ഒരു റിപ്പോർട്ട് കണ്ടിട്ട് സന്തോഷം തോന്നിയ കാര്യമുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അങ്ങനൊരു സന്തോഷകരമായ റിപ്പോർട്ട് തോന്നി. അത് തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ്. അതായത് കുട്ടികൾക്ക് ഉച്ചഭക്ഷണ പദ്ധതി അവിടെ ഉണ്ട്. അതിൽ ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ ബിരിയാണി കൊടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി നിൽക്കുകയാണ്. അതിനായി മുഖ്യമന്ത്രി വിജയുടെ അനുമതിക്കായി കാത്തു നിൽക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രിയായ രാജ്മോഹൻ. അധ്യാപക അനധ്യാപക തമ്മിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ഒരു ആശയം പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വളരെ രസകരമായിട്ട് തോന്നി. കാരണം കുട്ടികൾ കഴിക്കട്ടെ, നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കട്ടെ, അവർക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു കാമരാജിൻ്റെ കാലത്താണ് അവിടെ ഈ ഭക്ഷണ പദ്ധതികൾ ഉണ്ടാകുന്നത്. അതിൽ പോലും ഓരോ ക്ലാസ് അനുസരിച്ചുണ്ടായിരുന്നു. 10ാം ക്ലാസ് വരെയുള്ളവർക്ക് ഭക്ഷണം എന്നുള്ള രീതിയിലാണ് നിലവിലുള്ളത്. അത് +2 വരെ നീട്ടിക്കൊടുക്കാനുള്ള ഒരു സാധ്യതയിലും കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനായിട്ടാണ് മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ അനുമതിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നത്. ഈ അധ്യാപകരും അനധ്യാപകരും തമ്മിലുള്ള സംഘടനകൾ മന്ത്രിയോട് പല ആശയങ്ങളും മുന്നോട്ട് വെച്ചു, പല സങ്കടങ്ങൾ മുന്നോട്ട് വെച്ചു, പല ആശയങ്ങൾ മുന്നോട്ട് വെച്ചു, ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വേണമെന്ന് മുന്നോട്ട് വെച്ചു. ഇതിനൊക്കെ പല കാര്യങ്ങളും ഉണ്ട്. അതിലൊരെണ്ണമാണ് ഇതുപോലുള്ളൊരു ചിക്കൻ ബിരിയാണി വിതരണം ചെയ്യുക എന്നുള്ളൊരു കാര്യം. നമുക്കറിയാം ഇവിടെ ശംഖുവിൻ്റെ ബിരിയാണിയൊക്കെ ഭയങ്കര ബിർണാണി എന്നൊക്കെ വളരെ വൈറലായി മാറിയിരുന്നു. പക്ഷേ അതിനെപ്പറ്റിയുള്ള നടപടിയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇവിടെ ഓഗസ്റ്റ് 5-ാം തീയതി തമിഴ്നാട് സർക്കാർ ബഡ്ജറ്റ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതായത് തമിഴ്നാട് CM സി ജോസഫ് വിജയുടെ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഓഗസ്റ്റ് 5-ാം തീയതി. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ ഒരു തീരുമാനം ഉണ്ടാകുമോ, അത് ബഡ്ജറ്റിലാണ് ഒരു തീരുമാനം ഉണ്ടാകുക എന്നത് സംബന്ധിച്ചൊരു ധാരണയും കൂടി ഉണ്ടാവാനുണ്ട്. പക്ഷേ എന്തോ ഒരു ഗ്രീൻ സിഗ്നൽ, ഒരു പോസിറ്റീവ് സൈനാണ് മൊത്തത്തിൽ നിൽക്കുന്നത്. കാരണം വിദ്യാഭ്യാസ മന്ത്രിയുടെ ആ വാക്കുകൾ മുഖ്യമന്ത്രിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഊർജ്ജം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ചിക്കൻ ബിരിയാണിയൊക്കെ വിളമ്പുക എന്ന് പറയുമ്പോഴേക്കും സ്കൂളുകളിലേക്ക് പോകാനുള്ളൊരു ത്വര കൂടും. അങ്ങനെ പല രീതിയിലും ഉണ്ടല്ലോ. മാത്രമല്ല അവർക്കൊക്കെ തന്നെ നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരിക എന്നത് തന്നെയാണ്. പലപ്പോഴും പല ട്രോളുകളിലും പറയാറുണ്ട് അവിടെ കുട്ടികൾക്ക് കഞ്ഞിയും ജയിലിൽ കഴിയുന്നവർക്ക് ചിക്കൻ ബിരിയാണിയും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് ട്രോളുകളിലും സ്കിറ്റുകളിലും ഒക്കെ പല രീതിയിലും ഇത് പറയാറുണ്ട്. തമാശയായിട്ട് ചിരിച്ച് തള്ളിക്കളഞ്ഞാൽ പോലും ഇതിനകത്തൊരു കാര്യമില്ലാതില്ലേ? അതായത് കുട്ടികൾക്ക് വരുന്നവർക്ക് പഠിക്കുമ്പോൾ ബുദ്ധി ഉണരണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. ആ നല്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സർക്കാർ മുന്നോട്ട് വരുമ്പോഴേക്കും അതനുസരിച്ച് ഉള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പുകൾ എടുക്കുമ്പോഴേക്കും അത് സന്തോഷമുണ്ടാക്കുന്നത് കുട്ടികൾക്ക് മാത്രമല്ല, അവരെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾക്ക് ഉൾപ്പെടെ ആ സന്തോഷമുണ്ട്. അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഈ സർക്കാരിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിജയ് സർക്കാർ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അധികാരത്തിൽ വന്ന് മാസങ്ങൾ 3 ആകാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ അതിനിടയിൽ ഏകദേശം 717ഓളം ടാസ്മാക്കുകൾ പൂട്ടുന്നു. അതൊരു വലിയ സൈനാണ്. ടാസ്മാക്ക് പൂട്ടുക, സിംഗപ്പെണ്ണ് പോലൊരു പദ്ധതി ഉണ്ടാക്കി വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവരിക, ഇതൊക്കെ വിജയ്ക്ക് ഉള്ളിലുണ്ടായിരുന്ന പദ്ധതികളാണ്. ആ പദ്ധതികളൊക്കെ തന്നെ സാക്ഷാത്കരിക്കാനും വിജയ് സർക്കാരിന് തയ്യാറാകുന്നു. അഴിമതി ഉണ്ടാവാതിരിക്കുക, അതിപ്പോൾ താഴെ തട്ടിൽ നിന്നുകൊണ്ട് തന്നെ അഴിമതി പൂർണ്ണമായും നിരോധിക്കുക, കേരളത്തിനൊപ്പം തൂഫാൻ പദ്ധതിയുമായിട്ട് കൈകോർക്കുക. അങ്ങനെ ഞാൻ പറയുന്നത് പല സ്റ്റെപ്പുകളും വിജയ് സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. ലഹരി മുക്തമാക്കുക, അതിന് ഏതറ്റം വരെ പോകാനും വിജയ് സർക്കാർ തയ്യാറാണ്. അതുകൊണ്ടാണല്ലോ ആദ്യം ഒപ്പിട്ട ബില്ലിൽ ഉൾപ്പെടെ ഈ ടാസ്മാക് കമ്പനികളും പിന്നീട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട്ടിൽ പോയപ്പോഴേക്കും തൂഫാൻ പദ്ധതിയുമായിട്ട് കൈകോർക്കാമെന്നും കൊച്ചിയിലേക്ക് വിജയ് വരാമെന്ന് സമ്മതിക്കുകയും ഈ തൂഫാൻ പദ്ധതിയുടെ ഭാഗമാകാമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായ ജോസഫ് വിജയ് അംഗീകരിക്കുകയും ചെയ്യുന്നത് ലഹരി തുടച്ചു നീക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന കാര്യങ്ങളായിക്കോട്ടെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കരൂർ ദുരന്തത്തിനുമായി ബന്ധപ്പെട്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി നൽകണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിജയ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ കോടതി കേസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ട് അതിന് 2 തട്ടിൽ സ്വാഭാവികമായിട്ട് അഭിപ്രായം ഉണ്ടാവും. പഠിച്ചവർക്ക് ജോലി നൽകാതെ എന്തിനാണ് ഇവർക്ക് ജോലി നൽകുന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ലെറ്റ് ദ ഗവൺമെൻറ് ടാക്കിൾ ദറ്റ് ഹേർഡിൽസ്. പക്ഷേ ഹീസ് ട്രൈങ് ടു ഡൂ സംതിങ്. അതായത് ഓരോ സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ സ്റ്റെപ്പ് എടുക്കുന്നത് സത്യം പറഞ്ഞാൽ അത്ഭുതമാണ്. കാരണം വിജയ് പോലൊരു നടൻ ഹു ഹാസ് നോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓർ ഹിസ്റ്ററി, അതില്ലാത്തൊരു വ്യക്തി ഓരോ ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്കും ഓക്കെ കൊള്ളാം, അതായത് അയാൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അറിയാം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് വിജയുടെ മുന്നോട്ടുള്ള പോക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നൈയിലെ മെട്രോ സ്റ്റേഷൻസിൽ പോയി അവിടെ കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇപ്പോൾ കുട്ടികളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടൊരു നിർണായകമായൊരു മാറ്റങ്ങൾ വരുത്താനുള്ള തയ്യാറെടുപ്പിലാണ് തമിഴ്നാട് സർക്കാർ നിൽക്കുന്നത്. അങ്ങനെ കുട്ടികൾക്ക്, സ്ത്രീകൾക്ക്, കുടുംബങ്ങൾക്ക് അവർക്കൊക്കെ ആവശ്യമായ രീതിയിൽ എന്തൊക്കെയാണോ വേണ്ടത് താഴെ തട്ടിൽ നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മുഖ്യമന്ത്രി തന്നെ ഇടപെടുമ്പോഴേക്കും
സാധാരണ വിജയ് സിനിമകളിലൊക്കെ കാണാൻ പോകുന്ന ഒരു രക്ഷകൻ മോഡലുണ്ടല്ലോ, അത് റിയൽ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് ഈ ആരാധന എന്ന് പറയുന്നൊരു സംഭവം കൂടുന്നത് സ്വാഭാവികമായിട്ട് ഫാൻസിനിടയിൽ. കാരണം റീലിൽ മാത്രമോ അല്ലെങ്കിൽ സിനിമയിൽ ജനനായകൻ്റെ ബുക്കിങ്ങുകൾ ഇത്ര കോടി കയറി, അല്ലെങ്കിൽ ഇത്ര 250 കോടി ബുക്കിംഗ് കയറി ജനനായകൻ, 300 കോടി ബുക്കിംഗ് കയറി ജനനായകൻ, അതിൽ മാത്രമല്ലാതെ റിയൽ ലൈഫിൽ ഇതുപോലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് കൂടെ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കൂടി ആകുമ്പോഴേക്കും സൈമിൾട്ടേനിയസ്ലി റിയൽ ലൈഫിലും അയാൾ ഹീറോയുമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഐ എം ആസ്കിങ്, ഞാൻ ചോദിക്കുകയാണ്. അതായത് ജനനായകൻ പോലൊരു സിനിമ ഇത്രയധികം ഓൺലൈനിൽ ആളുകൾ കണ്ടു കഴിഞ്ഞിട്ട് പോലും ചിത്രം ഏകദേശം 300 കോടി ക്ലബിലേക്ക് അടുത്ത് കയറാൻ പോവാണ്. അത് വേറെ ഒരു നടനും സാധിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് റിവ്യൂകളുടെ കൂമ്പാരമായി നിൽക്കുന്ന സിനിമയ്ക്ക് 50 കോടി പോലും കളക്ട് ചെയ്യാൻ പറ്റാത്തടത്ത് ഇത്രയും പേര് ഓൺലൈനിലൂടെ കണ്ട ഒരു നെഗറ്റീവ് റിവ്യൂ കിട്ടിയ ചിത്രത്തിന് 300 കോടി ക്ലബിൽ കയറണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സ്റ്റാർഡം ഇസ് സോ ഹൈ, വളരെ ഹൈ ആണ്. അതിൻ്റെ കൂട്ടത്തിൽ നിലവിൽ CM ആയി നിൽക്കുന്ന വിജയ് കൃത്യമായി തമിഴ്നാട്ടിന് വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നോ മാനിഫെസ്റ്റോ, പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ എന്തൊക്കെയായിരുന്നോ വിജയ് മുന്നോട്ട് വെച്ചോ അതിന് പല പല രീതിയിലുള്ള കൗണ്ടർ അറ്റാക്സും ടാക്കിൾസും ചെയ്തുകൊണ്ട് അയാൾ അതിന് സൊല്യൂഷൻ കണ്ടെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അയാൾ റിയൽ ലൈഫ് ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഐ റിപ്പീറ്റ്, ഇറ്റ്സ് എസ് ഡ്യൂട്ടി, ഇറ്റ്സ് എസ് റെസ്പോൺസിബിലിറ്റി ഇല്ലെന്നല്ല പറയുന്നത്. ആ റെസ്പോൺസിബിലിറ്റി CM ആയ വിജയ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദെയർ ലൈസ് ദ ഫാക്ടറി. അവിടെയാണ് ഒരു വാലിഡേഷൻ, വിജയ് സർക്കാരിൽ വിശ്വസിക്കാം എന്ന രീതിയിലുള്ളൊരു വാലിഡേഷൻ സാധാരണ ജനങ്ങൾക്ക് ഇന്ന് കിട്ടുന്നത്. പക്ഷേ ഇതൊരു അന്തിമ തീരുമാനമല്ല. ആയി വന്നാൽ ഒരു പക്ഷേ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ്സ് കിട്ടാൻ പോകുന്ന ഒരു പദ്ധതിയായിരിക്കും ആഴ്ചയിലൊരിക്കൽ കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി എന്നൊരു പദ്ധതി. ചിലർ കേട്ടിട്ട് പുച്ഛിച്ച് തള്ളുന്നുണ്ട്. ആ പുച്ഛിച്ച് തള്ളുന്നവരുടെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, അവർക്ക് അതനുസരിച്ചുള്ള ഒരു വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുക എന്നത് ഏതൊരു സർക്കാരിനെയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നവരോട് മാറി എന്ന് പറയുക എന്ന് മാത്രമേ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.